എനിക്ക് അല്പം തോന്നുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു നഗരമൊന്നും ആയിരുന്നില്ല. ഇവിടെയൊന്നും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന എറണാകുളത്തിൻ്റെ ഏതോ ഭാഗമോ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, ഇതൊന്നും ആയിരുന്നില്ല. ഇത് ഈ സിറ്റി സേവ വന്നിട്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് ഞാനൊരു പാർട്ടി മെമ്പർ പോലുമല്ല കേട്ടോ ഇപ്പം നിലവിൽ. ഇതുണ്ടോ PMCS, ഇത് ദേവസ്വമാണ് ഇതിൻ്റെ ഞാൻ ആരും പോളിച്ചൊന്നും പറയാം കേട്ടോ. ഇതുണ്ടോ, ഈ സംഭവമൊക്കെ തുടങ്ങിയതും ഇവിടെ ഒരു കട തുടങ്ങി, ഇത് ദേവസ്യാണെന്ന് തോന്നുന്നു, ദേവസ്യാണ്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് പോലെ തുടങ്ങി. ഇത് നഗ്നക്ക് ഇത് ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു നല്ല വഴി പോലും ഒരു കാലത്തില്ലായിരുന്നു. ഇവിടെ വെച്ചാണ് ഒരു പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ഡോക്ടർ മരണപ്പെട്ടത്. ഇതൊരു ഒരു കുഞ്ഞു വഴിയായിരുന്നു. ആ വഴിയൊക്കെ നിലവിൽ ഓക്കെ ആക്കി. ഇപ്പം കണ്ടോ, ഇതൊരു ഹൈവേ അല്ല എന്ന് ഓർക്കണം. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത്. ഇതൊക്കെ അതുകൊണ്ടായിരിക്കും എന്നെക്കുറിച്ച് ഒന്നും പുകഴ്ത്തി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാനിതിനും ഒരു മെമ്പർ CPR ഒരു മെമ്പർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിരുന്നു. 25,000 എനിക്ക് തന്നു കേട്ടോ. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അദ്ദേഹം ഇത് കണ്ടോ, ഇത് കാട് പിടിച്ച് ചെളി കിടന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തൊക്കെ വീടുകൾ കണ്ടോ, ഇതൊക്കെ ഈ മെമ്പർ ഞാനേ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. കാരണം ശുചിസഭ ഇവിടെ വന്നത് ഇതൊരു വർക്ക്ഷോപ്പ്, ഒരു അടിപൊളി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, അങ്ങോട്ടുള്ള വീടുകളും വണ്ടികളും ഒക്കെ കിടക്കുന്നത്. ഇതൊന്നും നമ്മളിപ്പോൾ കാണുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. ഇത് മെമ്പറുടെയാണ്. ഇതിവിടെ എല്ലാം വൻ VIP കെട്ടിടങ്ങൾ. ഇത് നിങ്ങളൊരു 4 കൊല്ലം മുമ്പ് ഈ വാർഡൊക്കെ കിടന്ന അവസ്ഥയൊക്കെ കാണണമായിരുന്നു. ഇനി ഞാൻ ഈ വാർഡിൻ്റെ അവസ്ഥ, ഇത് ടൗണിനകത്തെ മെയിൻ ഇതുണ്ടോ, ഈ വഴികളിൽ തന്നെ കാര്യം ഓർത്തു. ഇവിടെയൊക്കെ ചെളി പിടിച്ച് ഞാൻ വന്നിട്ടുണ്ട് ഒരു 6 കൊല്ലം മുമ്പ്. ഇവിടെ വഴി ഒരാളൊരു വീട് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേനും, ഈ വഴി വന്നപ്പോഴത്തേനും എനിക്ക് ഇതൊക്കെ നടക്കാൻ വരായിരുന്നു. അങ്ങനെ ഇതുണ്ട് ടൗൺ, വണ്ടികൾ പോകുന്നു. ഇതൊക്കെ ഹൈവേയുടെ ഭാഗമാണ്. ഇതുണ്ടോ, ഇതുണ്ടോ ഇപ്പം ഇതുണ്ടോ എൻ്റെ മുള്ള മലനിലകളും കാര്യങ്ങളും ഒക്കെ നോക്കി. ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ടൊക്കെ എടുക്കാൻ ഞാനൊരു അനുവാദം ഇല്ലാതെ എടുക്കുന്നതാണ് കേട്ടോ ഇത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നന്മ കണ്ടായിരിക്കും അത്. ഞാൻ എത്രയോ എപ്പിസോഡുകൾ വെറുതെ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തു. ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്താൽ എനിക്കൊരു സന്തോഷമാണ്. ഇദ്ദേഹം പറഞ്ഞ് എന്നെ നല്ലത് പറയാൻ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം 25,000 രൂപ തന്ന് CPIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായ കബീർ പോലും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അത് 1.5 ലക്ഷം പേര് കണ്ടല്ലോ. ഇതുണ്ടോ, ഇങ്ങനെയൊരു അവസ്ഥയാക്കി എടുക്കാനുള്ള കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയാണ്. ഒരു പ്രദേശമാണ്. കാരണം ഇതുണ്ടോ, ഇത് ഒരു 1 കിലോമീറ്റർ ഇവിടെയൊക്കെ ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ വന്ന് ഇതൊക്കെ സിറ്റിക്ക് വൈസ് പ്രസിഡന്റ് സാറിൻ്റെ ഇതാണ്. ഇവിടെയൊക്കെ ഇത് വരാൻ കാരണം ഈ ടൗൺഷിപ്പ് വികസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളതിനകത്ത് സൈക്കോളജി മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെയൊക്കെ എന്ത് കാട് പിടിച്ചിത് കണ്ടത്തിൽ വീട് വെക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടോ കണ്ടത്തിൽ പക്ഷേ 10 സെൻറ്റിന് സർക്കാർ ഇതെല്ലാം അനുവദിച്ചു കൊടുക്കും. ഇതൊക്കെ വണ്ടിത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു വഴിയാകുന്നേ ഉള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ ഈ കടകളൊക്കെ ഇതൊക്കെ ഏകദേശം 1-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ദൂരെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാണ്. ഇതൊക്കെ ഇങ്ങോട്ട് വരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഗ്രാമത്തെക്കുറിച്ച് ഇവിടെ ഇതുണ്ടോ, ഒരു റോഡാണ് ഇത്. ഞാൻ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാതിരിക്കും, ഇതെങ്ങനെ ഞാൻ ചെയ്യാതിരിക്കും? അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഷൂട്ട് ചെയ്യേണ്ട ചോദിച്ചാൽ അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഉണ്ടാക്കുന്ന വഴികളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഗവൺമെൻറ് ഫണ്ട് തന്നാൽ ഞാനതെങ്ങനെ വിനിയോഗിക്കണമെന്ന് ആലോചിക്കുന്നു. ഇതുണ്ടോ, ഇതുണ്ടോ ഇവിടെയൊക്കെ
അതായത് ഒരു 2 കൊല്ലം മുമ്പ് ഈ ബിൽഡിംഗ് ഇല്ലായിരുന്നു. ഈ ബിൽഡിങ് 2 കൊല്ലം മുമ്പ് ഇല്ലായിരുന്നു. ഇതുണ്ടോ ഈ ഓടാ, ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കേട്ടോ, ബോബി എന്നും പറഞ്ഞ ഒരാളുടെ ആണിത്. ഇതുണ്ടോ പോകാം. ഈ ബിൽഡിങ്ങൊക്കെ ധൈര്യമായിട്ട് ഇവിടെ പണിയുന്നതൊക്കെ ഇതുണ്ടോ ഇത് ഒരു 3 മാസമായുള്ളൂ ഇത് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട്. ഇന്ത്യൻ ബാങ്കും ഇവിടെയാണ്. ഞാൻ പറയാൻ പാടില്ല, എൻ്റെ അക്കൗണ്ടെല്ലാം ഇവിടെയാണ്, എൻ്റെ ട്രാൻസാക്ഷനെല്ലാം നടക്കുന്ന ഇവിടെയാണ്. ഇത് കണ്ടോ ക്യൂർ കെയർ. ഇതൊക്കെ ഈ ഒരു 5 വർഷത്തിന്, ഈ 4 വർഷത്തിന് നടന്ന സംഭവങ്ങളാണിത് കേട്ടോ. ഇതൊക്കെ ഒരു ടൗൺഷിപ്പിൻ്റെ ഇതൊന്നും ഉണ്ടായിരുന്നു 5 കൊല്ലം. ഇത് അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് സാറിൻ്റെ അനിയൻ്റെ ഹോസ്പിറ്റലാണ്. ഇദ്ദേഹം ഈ അനിയൻ സാർ പരസ്യം കൊടുത്ത് വേറെ ആർക്കോ ആണ് ലക്ഷങ്ങൾ മുടക്കി. എന്നിട്ടും അത് കണ്ടത് എത്ര നിസ്സാര പേരാണ്. ഷൈൻ സാർ സുപ്രീം കോടതിയിൽ വാദിക്കുന്നൊരു വക്കീലാണ്. ഹൈക്കോർട്ടിലുണ്ട്, ജില്ലാ കോർട്ടിലുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് കൗളിയിൽ നിന്നുള്ള വർക്കിലൊക്കെ. പക്ഷേ സാമ്പത്തിക സഹായമൊന്നും എനിക്ക് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. കൗളിയിലെ BMW വണ്ടി ഇദ്ദേഹത്തിൻ്റെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അനിയൻ പരസ്യം കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി വേറൊരാൾക്കാണ്. ഞാനൊരു പൈസ മേടിക്കാതൊക്കെയാണ് കേട്ടോ അവർക്ക്. അതാണ് സാമ്പത്തികമായിട്ട് നമ്മൾ തോറ്റു പോകുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വന്ന് ക്യൂർ ആൻഡ് കെയർ ഞാൻ ഏതായാലും അദ്ദേഹം നന്ദി കാണിക്കണ്ടേ. ഈ എൻ്റെ ഇപ്പോൾ കാണുന്ന ഇത് വെച്ചൊന്നും അല്ല. കണ്ടോ കണ്ടോ ഇത് നല്ല ഹോസ്പിറ്റലാണല്ലോ. അതായത് ഷാൻസാറിൻ്റെ അനിയന് ഈ ചെയ്യുന്നതൊക്കെ ഇതുണ്ടോ. ഇന്ത്യൻ ബാങ്കൊക്കെ ഇവിടെയാണ് ഏറ്റവും, അതായത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വലിയ ബാങ്കാണിത്. ഇങ്ങനെ ഞാൻ ആ വാർഡിൽ മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് വരുവാണ്. ഒരു വണ്ടി കൊണ്ട് നിർത്തി ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരിക്കും. ഈ വീട്ടിലാണ് ഞാൻ കൗളിൻ്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. എനിക്കൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ വൻ തുക കൊടുത്ത് 5 ലക്ഷം എങ്ങാണ്ട് കൊടുത്ത് അതിൻ്റെ കുറേ ഷോട്ട് എടുത്തിട്ടു. അങ്ങാണ്ട് 2000-3000 പേര് കണ്ടു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ഇത്രയും ഈ ടൗൺഷിപ്പിനകത്താണ്. ഞാൻ സിദ്ദീഖ് സഖാവ് അറിയാതെ ഞാൻ ചെയ്യുന്നതാണ്. ഞാനൊരു പാർട്ടി സഖാവോ മെമ്പറോ ഒന്നും അല്ല കേട്ടോ. ഈ ടൗൺഷിപ്പ് ഇങ്ങനെ ആക്കി എടുക്കാനുള്ള കാരണം ആണ് ഞാൻ പറഞ്ഞത്. വഴികളും വെള്ളമൊക്കെ അല്ല എല്ലാവർക്കും വേണ്ടത്. ഈ വഴി ഇതുണ്ടോ, ഈ വഴി ഞാൻ കാണുമ്പോൾ ചെണ്ടും കയറി. സാറേ ഒരു മിനിറ്റ് സാറിന് ഈ സിദ്ദീഖ് സഖാവിനെ കുറിച്ച് എന്നാ അഭിപ്രായമുണ്ട്? സിദ്ദീഖില്ലേ നമ്മുടെ പഞ്ചായത്ത് വഴി, എന്നാ അഭിപ്രായമുണ്ട്? ഞാൻ മുൻകൂട്ടി നല്ല അഭിപ്രായമാണോ? ഇതേപോലെ ഈ വാർഡ് ഇങ്ങനെ ആക്കിയ ഞാൻ അതേക്കുറിച്ച് നല്ലത് പറഞ്ഞു. ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറ. ഞാൻ മുൻകൂട്ടി പറഞ്ഞാലോ ഇങ്ങോട്ട് കയറി അല്ലല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത് പറ. കാരണം ഇത് ഡോക്യുമെൻ്ററി ആയിട്ട് വരുന്ന വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. അതല്ലേ ചോദിച്ചത് മുൻപ്. കാരണം അദ്ദേഹം നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ പറയരുത്. എൻ്റെ മുഖമല്ല കാണുന്നത്. സാറ് ഇദ്ദേഹം ഒരു ഗവൺമെൻറ് സ്റ്റാഫായിരുന്നു. ഗവൺമെൻറ് റവന്യൂ, അതായത് KSRTCയിലെ കണ്ടക്ടറല്ലേ, കണ്ടക്ടറായിരുന്നു വർഷങ്ങളോളം. അദ്ദേഹം അവിടുന്ന് മാറി. അതായത് അദ്ദേഹം PSC വഴി കയറിയതാണ് കേട്ടോ. അല്ലല്ലേ, എംപ്ലോയ്മെൻറ്റ് വഴി കയറി. ഇദ്ദേഹത്തിന് എനിക്ക് റെസ്പെക്റ്റാണ്. ഇദ്ദേഹം എന്നെ വഴി കണ്ടാൽ കയറ്റിക്കൊണ്ട് പോകുന്ന മനുഷ്യനാണ്. പൈസ ഒന്നും മേടിക്കാതെ. എനിക്ക് ചായ മേടിച്ച സഖാവിന് സിദ്ദീഖിനെ കുറിച്ച് ഞാൻ സിദ്ദീഖ് അറിയാതെ ചെയ്യുകയാണ്. പക്ഷേ ചീത്ത പറഞ്ഞു, നല്ല ഈ വാർഡ് എങ്ങനെ നമ്മുടെ ഈ പുരോഗമിപ്പിച്ചാണ്. ഏതൊരു കാര്യത്തിലും കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സിദ്ദീഖ് സഖാവ്. പിന്നെ ഒരുപാട് കള്ളങ്ങൾ പറയാം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളോട് ചെയ്തിട്ടുണ്ട്. പുരോഗമന പ്രവർത്തനങ്ങൾ മെമ്പറായി നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല അഭിപ്രായമൊക്കെ ഉള്ളൂ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയോട് ചോദിച്ചു പറഞ്ഞ എന്നെ പുകഴ്ത്തൊന്നും വേണ്ട, ചോദിച്ചാൽ ചെയ്യണ്ട. ഞാൻ പൈസ മേടിച്ച് ചെയ്യുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ അങ്ങ് പോയി. ഞാൻ ഇപ്പോൾ അറിയാതെ അങ്ങ് ചെയ്തതാ.
പുള്ളി അറിയാം ഇത്രയൊക്കെ നല്ല റോഡിന്റെ ഇതൊക്കെ നോക്കുമായിരുന്നു റോഡൊക്കെ ഞാൻ വണ്ടി നല്ലതല്ലേ? കയറി വരുന്നത് ഫോട്ടോ എടുക്കണം ആ ഇല്ല അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും നല്ല പറയാനുണ്ടോ? ഇത്രേ പറയാനുള്ളൂ. ഓക്കെ അല്ലേ എല്ലാം? എല്ലാ കാര്യങ്ങളും ഓക്കെ സാർ, താങ്ക് യു സാർ. ഇത് അടുത്ത വഴിയാണ്. ഇതുണ്ടോ ഇവിടെ ഓറിയൻ്റൽ പ്രസ് എന്നും പറഞ്ഞ ഇത് നമ്മുടെ സുഹൃത്താണ്. ഇദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്നാണ് ഇദ്ദേഹം ഇപ്പം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട്. കാരണം കള്ളവും ചതിയൊന്നുമില്ല. ഇവിടെ ഇതൊക്കെ ആരുടെ സ്വാതന്ത്ര്യത്തിൽ ആർക്കും കൈക്കൂലി കൊടുത്തൊന്നും പണമല്ല. സിദ്ധീസവാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് പണിപ്പിക്കലെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നം. പക്ഷേ ഇദ്ദേഹം ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മാർട്ടിൻ ഇത് തുടങ്ങിയത്. ഇതുണ്ടോ ഇതൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് കേട്ടോ. ഇവിടെ ഒരു വീട് പോലും പണിയിപ്പിക്കുകയില്ല എന്നും പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. നല്ല പിണറായി സഖാവാണ്. എനിക്കറിയാതെ 10 സെൻറ്റ് അനുവദിച്ച് കൊടുത്തതുണ്ടോ. ഈ വഴികളൊക്കെ ഇത്രയും നന്നാക്കിയൊക്കെ എടുത്തതൊക്കെ ഇതാണ്. ഇതൊക്കെ സിദ്ദിഖിൻ്റെ വാർഡാണ്. ഞാൻ എന്താ പറയേണ്ടത് ഈ വാർഡിനെ കുറിച്ച്? കാരണം വെള്ളം, ജലം, വൈദ്യുതി, നല്ല വഴികൾ, നിയമ സുരക്ഷ, അങ്ങനെയൊക്കെ എല്ലാം അല്ലേ ഇവിടെ ചെയ്യേണ്ടത്. ഇതെല്ലാം ഈ വാർഡിലുണ്ട്. ഞാനിപ്പോൾ ഒരു കുഞ്ഞു വാർഡിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ വേസ്റ്റ് പെറുക്കുന്നു. ഇവിടെയൊക്കെ ഒരു വേസ്റ്റ് ഉണ്ടോ ഇവിടെയൊക്കെ? ഇതൊക്കെ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. എൻ്റെ അനിയൻ ഈ പഞ്ചായത്തിലെ സ്റ്റാഫാണ്. അവൻ 85 സ്റ്റാഫുണ്ട്. അവൻ മാനേജ് ചെയ്യുന്നതാണ് അവരെ. ഇവിടെ ഒന്നും അങ്ങനെയൊന്നുമില്ല, വേസ്റ്റേ ഇല്ല. ഇവിടെ ഒന്നും ഒരു വേസ്റ്റോ ഒന്നും ഇവിടെ വരികയോ ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയും ഭംഗിയായിട്ട് കാരണം ഇവിടെ ഒരു പന്ന വഴികളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് നോക്കിയിട്ട് കണ്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു 2 ചെറിയ ഇടവഴികൾ ചെയ്യാനുണ്ട്. ജോയ്സാ അങ്ങനെ ഉണ്ടെങ്കിൽ ജോയ്സിന് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു. അതും കൂടെ ശരിയാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും നന്മകൾ ചെയ്ത്. കാരണം ചില മനുഷ്യരുണ്ട് ഒന്നും പറഞ്ഞറിയിക്കാൻ അവർക്കൊന്നും അറിയില്ല. ഇത് കണ്ടോ അതൊക്കെ ഇവിടുത്തെയാണ്, ഇവിടുത്തെ കാര്യങ്ങളാണ്. ഇതാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാര്യങ്ങൾ. ഇവിടെ ഒന്ന് ഈ കുമളിയിൽ ആദ്യം ഒരു കുമളി ടൗണിലൊരു പെട്രോൾ പമ്പേ ഉള്ളായിരുന്നു. പിന്നെ ചെലുമടയിൽ പിന്നെ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ്. ഇതുണ്ടോ ഒരു നഗരത്തിൻ്റെ അവസ്ഥ നിലവിലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഒരു VHS, ഇതിനൊരു പന്ന കെട്ടിടം മുകളിലായിരുന്നു. ഇതിൻ്റെ മുകളിലൊരു VHS അല്ല, ഹയർ സെക്കൻഡറി സ്കൂള്. ഇതിൻ്റെ മുകളിൽ ഈ സ്കൂളിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തനത്തിലൊക്കെ സിദ്ദിഖിൻ്റെ ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം ഈ വാലിനെക്കുറിച്ച് വെള്ളമുണ്ട്, വഴിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കുറേ അംഗൻവാടി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഉണ്ട്, ഇതൊക്കെ പണ്ടുണ്ട്. പക്ഷേ ഇതുണ്ടോ ഈ ഹയർ സെക്കൻഡറിയുടെ ഇതിൻ്റെ ഹയർ സെക്കൻഡറി ഈ കെട്ടിടമൊക്കെ പണിയിപ്പിച്ച് സിദ്ദീഖ് സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റാണ്. അദ്ദേഹം എല്ലാം നമുക്ക് കുറ്റപ്പെട്ട ഇതുണ്ട്. ഇവിടെ ചായക്കട വന്ന എല്ലാം ഈ കുട്ടികളുടെയൊക്കെ ഒരിത് ഇൻവോൾവ്മെൻറ്റും ഒക്കെ കാര്യങ്ങൾ ഇതുണ്ടോ. ഇവിടെ ഒരു ഹൈ സ്റ്റൈൽ ഒരു ബാർബർ ഷോപ്പ് പോലും വന്ന് അദ്ദേഹം അതായത് ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഓടി നടക്കും. അദ്ദേഹത്തിന് കൃത്യമായൊരു മുഖമൊന്നുമില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് എല്ലാവരും കാണുന്നത്. സത്യസന്ധരായ മനുഷ്യർക്ക് കൃത്രിമ മുഖമില്ലല്ലോ. ഇതൊന്നും ഒരു 5 കൊല്ലം മുമ്പ് ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതിനുള്ളിൽ പെടുന്നതാണ്. ഇതുണ്ടോ ജോല, കളരി, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ റോഡ്. നമ്മൾ വെള്ളവും കാര്യങ്ങളും വഴിയും രസമായ പട്ടിണിയില്ലായ്മയൊക്കെയാണ് ഒരു വാർഡിൻ്റെ ഗുണമായിട്ട് കരുതുന്നത്. അതെല്ലാം ഏകദേശം ഒക്കെയാണ് സംഭവമൊക്കെയാണിത്. ഉണ്ടോ വഴികളൊക്കെ. ഞാൻ ഒരാളുടെ ഇൻ്റർവ്യൂ വഴി യാദൃച്ഛികമായിട്ട് കണ്ട ഓട്ടോ സാറിനെ മാത്രം ഇൻ്റർവ്യൂ ആയി ഞാൻ എടുത്തുള്ളൂ. കാരണം അധികം പേര് പുഴുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം ഈ വാർഡിനെ കുറിച്ച്. ഈ വാർഡ് കണ്ടോ, ഇതൊക്കെ ഈ വാർഡിൻ്റെ പുരോഗമനങ്ങളാണ് കേട്ടോ. ഞാൻ റൗണ്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കാരണം ഇത് എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം പോലും പക്ഷേ നമ്മൾ നന്മ ചെയ്ത നന്മയായിട്ട് അംഗീകരിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വമോ, കാരണം
ഒന്നും നോക്കണ്ട, നമ്മുടെ ഈ വാർഡ് എങ്ങനെ ഇരിക്കും എന്ന് മറ്റുള്ളവർ നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. എനിക്ക് സാമ്പത്തിക ബെനിഫിറ്റിനൊന്നും വേണ്ടി ചെയ്യുന്നില്ല. കാരണം ഞാൻ കെബീറിനെ കുറിച്ച് ഇത് 1.5 ലക്ഷം പേര് കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ആരെയും പങ്കഴിച്ച് കൊടുക്കാനോ നമ്മൾ മറ്റൊരു സൗകര്യത്തിനും വേണ്ടിയിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഒരു നന്മ കണ്ടാതെ ചെയ്യുക. ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്കിത് തെറ്റായി പോകും. കാരണം ഈ വാർഡിൻ്റെ പുരോഗമനവും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം. ഇത്രയൊക്കെ, എനിക്കൊരു തെറ്റും കണ്ടില്ല. ഞാൻ ഇത്രയും പുരോഗമനമായിട്ട് ഞാൻ ഈ വാർഡൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു എമൗണ്ട് ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞില്ല, ചെയ്തില്ല എങ്കിൽ അതൊക്കെ നാളെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കണ്ട. അങ്ങനെ ഞാൻ ചെയ്തതാണ്, അദ്ദേഹം അറിയാതെ ചെയ്തതാണ്. ഞാനിവിടെ ഒരു പൈപ്പ് പൊട്ടി കിടക്കുന്ന ഒരു വഴി ഡാമേജായിട്ട് ഒന്നുള്ളത് ചെറിയ, കാരണം മഴയൊക്കെ വരുമ്പം അങ്ങനെയൊക്കെ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ വേറൊരാളുടെ ഇൻ്റർവ്യൂവിനൊന്നും ശ്രമിച്ചേയില്ല ഞാൻ. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയും വാർഡുകൾ വികസിപ്പിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ വെളിയിലൊരു ആവശ്യത്തിന് അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യത്തിനും അങ്ങനെ സമീപിച്ചിട്ടൊന്നുമില്ല. സാമ്പത്തിക സഹായവും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. പക്ഷേ ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു വാർഡിനെ കുറിച്ച് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. അല്ല, ഇലക്ഷൻ ബേസിൽ ചെയ്യല്ല, അടുത്ത മാസം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വോട്ടർ സിസ്റ്റം ഓക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിലൊന്നും അല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡ് കാണാം.